സ്കിൽ ബി ന്യൂസ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യണേ. 1. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് ആൻഡ് കോറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. കരസേനാ മേധാവിയാകുന്നതിനു മുൻപ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായും ദക്ഷിണ കമാൻഡ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡ് എന്നിവയുടെ തലവനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ജമ്മു കാശ്മീരിലെ കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സ്, സുദർശൻ ചക്ര കോർ, ഡൽഹി ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് എന്നീ നിലകളിലും അദ്ദേഹം നിർണായക പദവികൾ വഹിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിലും സ്വയം പര്യാപ്തതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 2. സംസ്ഥാനത്ത് ദേശീയ സെൻസസിന്റെ 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ആദ്യഘട്ടമായ ഭവന സെൻസസ് ആണ് ഈ മാസം 30 വരെ നടക്കുക. വീടുകളുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കുന്നതിനൊപ്പം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരശേഖരണവുമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഓൺലൈനായുള്ള എന്യൂമറേഷൻ നടപടികൾക്കുള്ള അവസാന തീയതി ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്നു മുതൽ ഭവന സെൻസസിന്റെ ഭാഗമായി എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. 34 ചോദ്യങ്ങളിലൂടെയാണ് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ തേടുക. ഇതിന്റെ 2-ാം ഘട്ടമായ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. 3. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഉടനടി പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച PM റാഹത്ത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമായിരിക്കുകയാണ്. വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ആശുപത്രികളിൽ 7 ദിവസം വരെ ചികിത്സ ലഭ്യമാകും. വാഹനാപകടമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസും ആശുപത്രി അധികൃതരും റിപ്പോർട്ട് നൽകിയാൽ തുക ലഭ്യമാക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കുമെന്ന് മന്ത്രി CP ജോൺ നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. 4. എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ മാസത്തിലും ഗ്യാസ് സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. എണ്ണ വിതരണ കമ്പനികൾ രാജ്യത്ത് LPG സിലിണ്ടർ വില കുറച്ചിരിക്കുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ LPG സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചത്. ജൂലൈ 1 മുതൽ സിലിണ്ടറിന് 180 രൂപ കുറഞ്ഞ് 2951 രൂപയായി. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള 14 കിലോ LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. 5. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ തടസ്സപ്പെടാതിരിക്കാൻ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതും അനിവാര്യമാണ്. നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് നിലവിൽ ഗ്യാസ് ബുക്കിംഗുകളിൽ തടസ്സം നേരിടുന്നുണ്ട്. അതിനാൽ ഉപഭോക്താക്കൾ അതത് ഗ്യാസ് ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ ഗ്യാസ് കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ വഴിയോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. 6. കേന്ദ്ര കൃഷി ആൻഡ് കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ തെങ്ങ് വികസന ബോർഡ് നടപ്പിലാക്കുന്ന കേരള സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി എല്ലാ തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലുമുള്ള തെങ്ങുകയറ്റ തൊഴിലാളികൾ, നീര സാങ്കേതിക വിദഗ്ധർ, തേങ്ങ കൊയ്ത്ത് തൊഴിലാളികൾ എന്നിവർക്കായി രൂപകൽപ്പന ചെയ്ത അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ 24 മണിക്കൂറും അപകട സാധ്യതകൾക്ക് അപകടമരണം ഉൾപ്പെടെ 7 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. 7. സയൻസ് ഉപേക്ഷിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്തു. പിന്നിൽ വ്യക്തമായ ലക്ഷ്യം. ഇന്ന് 1.4 കോടിയുടെ സ്കോളർഷിപ്പുമായി മലയാളി വിദ്യാർത്ഥിനി. ഉപരിപഠനത്തിനായി വിദേശ സർവകലാശാലകൾ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഭാരിച്ച ചെലവുകൾ പലപ്പോഴും ഈ സ്വപ്നങ്ങൾക്ക് തടസ്സമാകാറുണ്ട്. ഈ പ്രതിസന്ധിയെ സ്വന്തം അക്കാദമിക മികവുകൊണ്ടും കൃത്യമായ ആസൂത്രണം കൊണ്ടും മറികടന്ന് വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മലയാളി വിദ്യാർത്ഥിനിയായ സേറ സോണി. ഹോങ്കോങ് സർവകലാശാലയുടെ 5 വർഷത്തെ അഭിമാനകരമായ ഇരട്ട ബിരുദ പ്രോഗ്രാമിലേക്ക് 1.4 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് സേറ സ്വന്തമാക്കിയത്. ബാച്ചിലർ ഓഫ് ലോ, LLB, ബാച്ചിലർ ഓഫ് സോഷ്യൽ സയൻസസ് ഇൻ ഗവൺമെന്റ് ആൻഡ് ലോ എന്നീ 2 ബിരുദങ്ങൾ ഒരുമിച്ച് നേടാൻ സാധിക്കുന്ന അപൂർവ അവസരമാണ് ഈ മിടുക്കിയെ തേടിയെത്തിയിരിക്കുന്നത്. കൊല്ലം മയ്യനാട് സ്വദേശി സോണി തോമസിന്റെയും എറണാകുളം സ്വദേശിനി വിനീത പാണിക്കുളത്തിന്റെയും മകളായ സേറ കൊച്ചിയിലാണ് 12-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എസ്തറാണ് സഹോദരി. പ്രിയപ്പെട്ടവരെ, ദയവായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റുകൾ തന്ന് സഹായിക്കുകയും ചെയ്യുമല്ലോ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണേ. നന്ദി, നമസ്കാരം.